നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ജംബുദ്വീപാദികളിൽ ഭഗവത് പൂജ എന്ന 21ാമത്തെ ദശകത്തിലെ 5ാമത്തെ ശ്ലോകമാകുന്നു. രമ്യേഹ്യുദീജി ഖലു രമ്യഗനാംനി വർഷേ തദ്വർഷനാഥം അനുവർയ സപര്യമാണം ഭക്തൈകവത്സരം അമത്സരഹൃസുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. രമ്യേ ഹി ഉദീചി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥം അനുവർയ സപര്യമാണം ഭക്തൈകവത്സരം അമത്സരഹൃത്സു ഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഭോ ഭുവനനാഥ രമ്യേ ഉദീജി രമ്യകനാംനി വർഷേ ഖലു തദ്വർഷനാഥം അനുവർയ സപര്യമാണം ഭക്തൈകവത്സലം അമത്സരഹൃത്സു ഭാന്തം മത്സ്യാകൃതിം ഭവന്തം അഹം ഭജേ. ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഇളാവൃതമെന്ന ഭൂഖണ്ഡത്തിൻ്റെ മനോഹരമായ രമ്യകം എന്ന ഭൂഖണ്ഡത്തിൽ അതിൻ്റെ അധിപനായ വൈവസ്വത മനുവിനാൽ പൂജിക്കപ്പെടുന്നവനും ഭക്തരിൽ അത്യന്ത വാത്സല്യമുള്ളവനും നിർമത്സര ജനങ്ങളുടെ ഹൃദയത്തിൽ ശോഭിക്കുന്നവനും മത്സ്യാകൃതിയുമായ അങ്ങയെ അല്ലയോ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.